2008 ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയത് ആർ മോഹനാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാലാമനായി ഇപ്പോഴുള്ള മോഹൻ അത് തന്നെയാണെന്ന തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഷോൺ ജോർജ് ആണ്. 2008 ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ആർ മോഹനെ ലക്ഷ്യമിട്ടാണ് പുതിയ ആരോപണം. ഈ ആർ മോഹനൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. വർഷങ്ങളായി ഈ ആദായ നികുതി വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം ലഭിച്ചത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയ്ക്കാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുമെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് വ്യക്തമാക്കി. മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരനാണ് ആർ മോഹൻ. മോഹൻ സ്റ്റാഫിലെത്തിയതോടെയാണ് നളിനി നെറ്റോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സൂചിപ്പിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചതെന്നും തികച്ചും അവിചാരിതമായാണ് ആർ മോഹന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ പേര് ഉൾപ്പെടുന്ന ലിസ്റ്റുമായിട്ടായിരുന്നു ഷോണിന്റെ വാർത്താ സമ്മേളനം. ലാവ്ലിൻ ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ക്ലീൻ ചിറ്റിന്റെ രേഖയും ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പട്ടികയിലെ 4ാം പേരുകാരനായ ആർ മോഹൻ വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അതേ ആർ മോഹൻ തന്നെയാണെന്നാണ് ഷോണിന്റെ ആരോപണം. ആദായ നികുതി വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് മോഹൻ. സ്വർണ്ണക്കടത്തിൽ കുടുങ്ങിയ എം ശിവശങ്കറാണ് മോഹനെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തതെന്ന് അന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതി മെയ് 1 വാദം കേൾക്കും. ഇതിനിടെയാണ് പുതിയ ആരോപണം എത്തുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി ഇടപാടിലും കരിമണൽ കുംഭകോണത്തിലും മുഖ്യമന്ത്രിക്കെതിരെ ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചിരുന്നു. മകളുടെ കമ്പനി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. ഭാര്യ കമലയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണ് വീണ കമ്പനി തുടങ്ങിയെന്ന വാദം തെറ്റാണെന്ന് എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് പുറത്തുവിട്ട് ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു. വീണ വിജയൻ കമ്പനിയിലേക്ക് വായ്പയായി 78 ലക്ഷം രൂപ നൽകിയെന്നാണ് രേഖയിൽ വ്യക്തമാക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ആർ മോഹനെയും പ്രതികൂട്ടിൽ നിർത്തുന്നത്. മകളുടെ കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് തന്നെയാണ് ഷോൺ ആയുധമാക്കുന്നതും. ബാലൻസ് ഷീറ്റ് പ്രകാരം 1 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന്റെ മൂലധനം. എന്നാൽ 78 ലക്ഷം രൂപ കമ്പനി ഡയറക്ടർ വീണ വിജയനിൽ നിന്നും ദീർഘകാല വായ്പയായി എക്സാലോജിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തുക സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാണ് ഷോണിന്റെ ആവശ്യം. സ്കൂൾ അധ്യാപികയായി വിരമിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ലഭിച്ച പെൻഷൻ തുക സംബന്ധിച്ചും വ്യക്തത വരണം. നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് രേഖകൾ വിളിച്ചു വരുത്താമെന്നും പ്രതിപക്ഷം ഇതിനായി സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം. കരിമണൽ കമ്പനിയായ CMR-ലും എക്സാലോജിക്കുമായുള്ള ഇടപാടിലെ പരാതിക്കാരൻ കൂടിയാണ് ഷോൺ ജോർജ്.